ഏതൊരു വ്യക്തിയുടെയും ജീവിത വിജയത്തിന് വിദ്യയും ധനവും ശക്തിയും അത്യന്താപേക്ഷിതമാണ്. ഇത് മൂന്നും നേടാൻ വേണ്ടി നമ്മൾ 3 ദേവിമാരെയാണ് പൂജിക്കാറ്. പാർവതിയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും. വിശേഷിച്ചും നവരാത്രി ദിനങ്ങളിൽ നമ്മൾ ഈ 3 ദേവിമാരെ 3 ദിനങ്ങളിലായി പൂജിക്കാറുണ്ട്. സാധാരണ ഒരു ജീവാത്മാവിൽ നിന്നും പാർവതി ദേവിയായി മാറിയ കഥ മുതൽ ഒരുപാട് ഐതിഹ്യങ്ങൾ നവരാത്രിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചും 3 ദിവസങ്ങളിലായി നമ്മൾ ഈ 3 ദേവിമാരെ പൂജിക്കാറുമുണ്ട്. ആദ്യത്തെ 3 ദിനങ്ങളിൽ നമ്മൾ പാർവതി ദേവിയാണ് ആരാധിക്കാറ്. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ആധ്യാത്മിക രഹസ്യം നമുക്കിന്ന് പറഞ്ഞു തരുന്നത് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കോഴിക്കോട് സഹസഞ്ചാലികയായിരിക്കുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മളെ നവരാത്രിയുടെ രഹസ്യങ്ങളിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പൂജയാണ് നമ്മൾ ഈ നവരാത്രിയുടെ 10 ദിവസങ്ങളിലായി ചെയ്തു വരുന്നത്. ആദ്യത്തെ 3 ദിവസങ്ങളിൽ നമ്മൾ പാർവതിയാണ് ആരാധിക്കുന്നത്. പിന്നത്തെ 3 ദിവസങ്ങളിൽ നമ്മൾ ലക്ഷ്മിയാണ് ആരാധിക്കുന്നത്. അവസാനത്തെ 3 ദിവസങ്ങളിൽ നമ്മൾ സരസ്വതിയാണ് ആരാധിക്കുന്നത്. അവസാനത്തെ ലാസ്റ്റ് 10th ഡേ നമ്മൾ വിജയദശമിയായിട്ടും ആഘോഷിക്കുന്നു. ഇങ്ങനെ ഒരു രസകരമായ ഒരു ആചാരം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. സത്യത്തിൽ ഇതല്ലാതെയും നവദുർഗയുടെ പൂജിക്കുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ഈ 3 ദേവിമാരെ വിശേഷിച്ചും പൂജിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പല ഐതിഹ്യങ്ങളും പല ആചാരങ്ങളും രീതികളുമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പാർവതി ദേവിയുടെ, അതായത് ശക്തിയെ ആവാഹിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, എങ്ങനെ, അതിൻ്റെ രഹസ്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് അറിയേണ്ടത്. നവരാത്രി പൂജ ഒരു ജീവാത്മാവിൻ്റെ മനുഷ്യനിൽ നിന്ന് സമ്പൂർണ്ണ ദേവിയിലേക്കുള്ളതായിട്ടുള്ള യാത്രയാണ്. എസ്പെഷ്യലി പാർവതിയുടെ കഥ നോക്കിയാൽ ശരിക്കും 9 രൂപങ്ങളിൽ പാർവതി ദേവിനെ പൂജിക്കാറുണ്ട്. നവദുർഗ പൂജ എന്നൊക്കെ പറയാറുണ്ട്. പുരാണങ്ങളിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഒന്ന് പാർവതി ദേവിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ, അഥവാ പാർവതിയിൽ തന്നെ ആ ഊർജ സ്രോതസ്സിനെ ഉണർത്തിയെടുത്തുകൊണ്ട് സ്മൃതിയിലൂടെ സ്ഥിതി എന്ന് പറയുന്ന ഒരു അവസ്ഥ കൃത്യമായിട്ട് നമ്മൾ ശിവപുരാണം വായിക്കുന്ന സമയത്ത് ശിവന്റെ കഥകളിൽ, ശിവന്റെയും പാർവതിയുടെയും കഥയിൽ പാർവതി ദേവി തൻ്റെ ശക്തി ക്രോധം കൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ആ അവസ്ഥയിൽ തൻ്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന അഥവാ ബന്ധിതയാക്കപ്പെടുന്ന ആസുരീക ശക്തികളാൽ ബന്ധിതയാക്കപ്പെടുന്ന സമയത്ത് കൈലാസത്തിൽ വെച്ച് തന്നെ നവരാത്രി ആഘോഷം ആരംഭിക്കുകയാണ്. ശരിക്കും നവരാത്രിയുടെ ഒരു കഥ പറയുന്നത് അങ്ങനെയാണ്. അതിലാണ് പാർവതിയുടെ ശൈലപുത്രിയിൽ നിന്ന് സിദ്ധിദാത്രിയിലേക്കുള്ളതായിട്ട് യാത്രയെക്കുറിച്ച് പറയുന്നത്. ആരംഭം ശൈലപുത്രി. ശൈലപുത്രി എന്ന് വെച്ചാൽ അർത്ഥം ഹിമവാന്റെ പുത്രിയായിരുന്നു. അപ്പൊ ഹിമവാന്റെ പുത്രിയായിരുന്നതായ മനുഷ്യ സ്ത്രീ, ഹിമവാന്റെ പുത്രി എന്ന് വെച്ചാൽ രാജകുമാരി, സിമ്പിൾ ഭാഷയിൽ പറഞ്ഞ മനുഷ്യ സ്ത്രീയായ, പറയുന്നുണ്ട് മനുഷ്യ ജന്മത്തിന്റെ എല്ലാ അശുദ്ധികളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിക്കൊണ്ട് തപസ് അനുഷ്ഠിച്ച് തൻ്റെ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളിലും, ഇനി ഓരോ ദേവിമാരെ കുറിച്ചും പറയാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 9 ദിവസം 9 ദേവിമാരെ കുറിച്ച് പറഞ്ഞാലും തീരില്ല, അത്രയും മഹത്വമാണ്. പക്ഷെ അതിൽ ഒന്നാമത്തെ കാര്യം ശൈലപുത്രിയിൽ പറയുന്നത് ദൃഢസങ്കല്പധാരിണിയാണ്. എനിക്ക് ശിവനെ എൻ്റെ ഭർത്താവായി വേണം, പരമാത്മാവിൻ്റെ സമാനമായ ആദിപരാശക്തി അഥവാ ആദിശക്തിയായിട്ട് എനിക്ക് മാറണം എന്നതായിരിക്കുന്ന തിരിച്ചറിവ് ആ ആത്മാവിനുള്ളിൽ തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കഥയിൽ പറയുന്നുണ്ടല്ലോ, സതിയുടെ പുനർജന്മായിരുന്നല്ലോ പാർവതി. അപ്പൊ സ്മൃതികളിൽ എന്തെന്നറിയാത്ത ആ ഒരു ശക്തിയും ശിവനുള്ളതായിട്ടുള്ള ആകർഷണം ഉണ്ടായിരുന്നു. ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും പാർവതി ദേവി ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ പോകുമ്പോൾ, അന്ന് ദേവിയല്ല കൊച്ചുകുട്ടിയാണ്, പക്ഷേ നിമിഷമാത്രയിലെല്ലാം ഉണ്ടാക്കി കണ്ട് അമ്മയായിരിക്കുന്ന മനേക ആകെ അത്ഭുത സ്തബ്ധയായി പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ അത്ഭുതം ഈ കുട്ടി ചെയ്യുന്നത് എന്നൊക്കെ. അത്തരത്തിൽ ഓരോ കാര്യങ്ങളും പഠിച്ചു പോയ കാര്യങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രം തോന്നുന്ന രീതിയിലായിരുന്നു എല്ലാ കലകളെയും ശൈലപുത്രിയായിരുന്ന സമയത്ത് നേടിയെടുക്കുന്നത്, ഹിമവാന്റെ പുത്രിയായിരുന്ന സമയം. അവിടെ നിന്ന് ദൃഢസങ്കല്പത്തിന്റെ തപസ്സാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആ സമയത്ത് കാണിക്കുന്നുണ്ട്. പാർവതിയുടെ ശിവനുമായിട്ടുള്ള സമാഗമത്തെ ഒഴിവാക്കാൻ വേണ്ടി
എന്ത് തന്നെ ചെയ്യാനും തയ്യാറായിരുന്ന ആസുരീക ശക്തികൾ ഒരു ദിവസം പാർവതീനെ നാഗദേവന്റെ പുത്രനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്ന് പറഞ്ഞ് അത് രാജാവിനെയും പത്നിനെയും ഒക്കെ ബന്ധിതയാക്കി മാതാപിതാക്കളെ ബന്ധനത്തിൽ കാണുമ്പോൾ തൻ്റെ കയ്യിൽ ശിവലിംഗവുമായി നിൽക്കുന്നതായിരിക്കുന്ന പാർവതി പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാം, നിങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോകൂ, എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും രാജകുമാരനെ വിവാഹം കഴിച്ചോളാം. അങ്ങനെ കയ്യിൽ ശിവലിംഗവുമായിട്ട് അവരെടുത്ത് കൊണ്ടുപോകേണ്ട പല്ലക്കിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് ഓം നമഃ ശിവായ ജപിക്കുകയാണ്. എല്ലാ ആസുരന്മാരും, നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന അസുരന്മാർ, നമുക്ക് പറയാം ആസുരിക ശക്തികൾ, എല്ലാ നെഗറ്റീവും കൂടി ഒന്നിച്ചാക്രമിച്ചിട്ടും ഈവൻ പാർവതിയാ ഇരിക്കുന്നതായിരിക്കുന്ന പല്ലക്കിനെ ഒന്ന് ഇളക്കാൻ പോലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതാണ് ദൃഢസങ്കല്പധാരിണി എന്ന് പറയുന്നത്. ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് എന്ത് തന്നെ തടസ്സങ്ങൾ ഉണ്ടായാലും, ലോകം മുഴുവൻ എതിർത്താലും തൻ്റെ സാധനയുള്ളതായിട്ടുള്ള ദൃഢശക്തി കൊണ്ടാണ് ഒരു ജീവാത്മാവിന് ഹൈറ്റ്സിലേക്ക് പോവുക. അതാണ് ശരിക്കും പാർവതിയിൽ നിന്ന് ആദ്യ പരാശക്തിയാകുന്ന കഥയാണ് ശക്തികളുടെ ആഹ്വാനമായിട്ട് കാണിക്കുന്നത്. ഓൾറെഡി ആ ആത്മാവിലുള്ള ആ ഒരു ശക്തി അത് ഉണർത്തുകയാണോ ചെയ്യുന്നത്, അതോ എക്സ്ട്രാ പുറമേ നിന്നും ഭഗവാൻ ആ വ്യക്തികൾക്ക് ശക്തി കൊടുക്കുകയാണോ ചെയ്യുന്നത്? എന്താണ് ഇവിടെ? രണ്ടുമാണ്. കാരണം എല്ലാ ജീവാത്മാക്കളുടെ ഉള്ളിലും ഈ അഷ്ടശക്തികളുടെ സിദ്ധിയുണ്ട്. പക്ഷേ ആ ജീവാത്മാവ് സ്വയം ഞാൻ ആ ആത്മാവാണെന്നും, അല്ലെങ്കിൽ ഒരു ആൾക്ക് പാർവതി കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ ശക്തി വരുന്നില്ല, എന്നാണോ ശിവനാണ് എൻ്റെ പതിയായി വാഴുന്നവൻ എന്ന് മനസ്സിലാക്കുന്നത്, ഈ ലോകത്തിൻ്റെ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെയാണ് ഞാൻ സ്വന്തമാക്കേണ്ടത്, അതിനുള്ള യോഗ്യത എന്നിൽ ഡെവലപ്പ് ചെയ്യണം എന്ന് നിശ്ചയിക്കുന്ന നിമിഷമാണ് ആ ജീവാത്മാവിനുള്ള ശക്തി ഉണർന്നു വരുന്നത്. അത് നമ്മൾ തിരിച്ചറിയാത്രത്തോളം കാലം, അഥവാ ഈ സൃഷ്ടിയിലെ എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ മക്കളാണല്ലോ. അഥവാ നമ്മൾ പാടാറില്ലേ, ത്വമേവ മാതാശ്ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ സ്വാമീശ്ച എന്ന് പറഞ്ഞ് പറയാറില്ലേ? സ്വാമീച്ച എന്താർത്ഥം? ഭഗവാനാണ്, ഭഗവാൻ പതിയാണെന്നർത്ഥം. ഈ ലോകത്തെ എല്ലാ ജീവാത്മാക്കളുടെയും പതി പരമേശ്വരനാണ്. മനുഷ്യന്മാരും മറിച്ച് പറയുന്നുണ്ട് പതി പരമേശ്വരൻ, ഭർത്താവാണ് പരമേശ്വരൻ. തെറ്റാണ്. ഒരു ജീവാത്മാവിനെ രക്ഷിക്കാൻ മറ്റൊരു ജീവാത്മാവിന് സാധ്യമല്ല. രക്ഷകനായ അഥവാ പാവനമാക്കുന്നവനായിരിക്കുന്ന പതി ആരാണ്? പരമേശ്വരൻ. പതി പരമേശ്വരൻ എന്നാണ് വാക്കിനെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. പതി ആക്ച്വലി പരമേശ്വരനാണ്, പരമേശ്വരനാക്കിയിട്ട് മനുഷ്യന്മാര് മാറ്റി പറഞ്ഞു. അത് മാറിപ്പോയതാണ്. അതായത് പതിയെ ഒരിക്കലും നമ്മള് പരമേശ്വരനായി കാണല്ല വേണ്ടത്. പക്ഷെ ആക്ച്വൽ നമ്മുടെ പതി എന്ന് പറയുന്നത് ഓരോ ആത്മാവിന്റെ പതി എന്ന് എല്ലാ ജീവാത്മാക്കളുടെയും പതി പരമേശ്വരനാണ്. ആ തിരിച്ചറിയിൽ ഒരു ജീവാത്മാവ് ആ ശക്തികളെ ആവാഹിക്കാൻ നോക്കിയ ഈ ദേഹത്തിന്റെ ബന്ധനത്തിനുള്ള മോചനായി, അഥവാ മനുഷ്യ ജന്മത്തിന്റെ അശുദ്ധികൾ എന്നുള്ളതായിട്ടുള്ള മോചനായി. ദേഹബോധത്തിന്റെ 5 വികാരങ്ങൾ, പഞ്ചതത്വങ്ങൾ, അശുദ്ധികൾ എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യജന്മം കിട്ടുന്ന എന്തിൻ്റെ ആധാരത്തിലാണ് എന്ന്? പഞ്ചവികാരങ്ങൾക്ക്, പഞ്ചതത്വങ്ങൾക്ക് അധീനമായിക്കൊണ്ട്, സൂക്ഷ്മേന്ദ്രിയങ്ങളായ മനസ്സ്, ബുദ്ധി, സംസ്കാരങ്ങൾ അതിൻ്റെ അധീനമായിക്കൊണ്ട് വികാരിയായി മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ജീവാത്മാവ് അതിൻ്റെ എല്ലാ സമ്പൂർണ്ണ അശുദ്ധിയിലുള്ളിൽ കിടക്കുന്നിടത്തുനിന്ന് ഞാൻ ജീവാത്മ പരമാത്മാവിൻ്റെ സഖിയാണ്, അഥവാ പരമാത്മ എൻ്റെ പതിയാണ് എന്നുള്ളതായിട്ടുള്ള തിരിച്ചറിവ് വരുമ്പോൾ ആത്മാവിനുള്ള ശക്തി ഉണരുകയാണ്. അങ്ങനെയാണ് ദൃഢസങ്കല്പധാരണ ശൈലപുത്രിയാവുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേജ് കാണിക്കുന്നത് ബ്രഹ്മചാരിണി എന്നാണ്. എന്നുവെച്ചാൽ അർത്ഥം ഈ നവരാത്രി പൂജയുടെ സ്പെഷ്യാലിറ്റി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങളെ ആവാഹിക്കണം എന്നുണ്ടെങ്കിൽ നവരാത്രി പൂജയുടെ സമയത്ത് ബ്രഹ്മചര്യം അത്യാവശ്യമാണ്, ആചരിച്ചേ തീരുമെന്നാണ്. ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. അതുപോലെ തന്നെ പ്രസാദം ഓരോ ദിവസത്തേക്ക് ഓരോ സ്പെഷ്യലായിട്ടുള്ള രീതിയിൽ പ്രസാദങ്ങൾ ഉണ്ടാക്കി നിവേദിക്കണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മഭോജനം, ഭഗവത് സ്മൃതിയിൽ ഉണ്ടാക്കിയതായിട്ടുള്ള ആഹാരം കഴിക്കണം. അതുപോലെ തന്നെ നല്ല ശ്രേഷ്ഠമായിരിക്കുന്ന ദേവിയുടെ കഥകൾ അല്ലെങ്കിൽ സ്തുതികൾ ഇതൊക്കെ പാടി നമ്മൾ ചെലവഴിക്കണം. വേറൊരു ഭാഷയിൽ പറയാം, നമുക്ക് ജ്ഞാനം ജീവിതത്തിൻ്റെ സ്വന്തമാക്കിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഒന്ന് പറയുന്നത് തൻ്റെ കർമ്മത്തെ ശ്രേഷ്ഠമായിട്ട് തൻ്റെ തത്വങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓരോരോ ചക്രങ്ങളിലും കുരുങ്ങിക്കിടക്കുന്ന ആത്മ-ഊർജ്ജത്തെ മോചിപ്പിക്കുകയാണ്. പറയുന്നുണ്ടല്ലോ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്, അത് ഇവിടെയാണ് ആത്മാവിൻ്റെ സ്ഥാനം. ആ ശക്തി പറയുന്നത് ആത്മാവിൻ്റെ ശരീരത്തിൽ ആത്മ-ഊർജ്ജം പ്രവഹിക്കുന്ന ചക്രങ്ങളിൽ ഏറ്റവും താഴത്തെ ചക്രമായിരിക്കുന്ന മൂലധാര ചക്രത്തിൽ നിന്ന് ആ ഊർജ്ജം വന്ന് വികസിച്ച് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് കുണ്ടലിനി ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? തലകീഴായി തൂങ്ങി നിൽക്കുന്ന പാമ്പിനെ പോലെ മൂലധാര ചക്രത്തിൽ വികസിക്കുന്നല്ലേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആത്മശക്തിയുടെ ഉറവിടം ഇതാണ്. ആത്മാവിൻ്റെ സ്ഥാനം ആജ്ഞാചക്രമാണ്. പക്ഷേ ബോഡി കോൺഷ്യസിൽ വന്നപ്പോൾ ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണെന്നുള്ളതായിട്ടുള്ള വിചാരത്തിൽ വന്നതോടുകൂടി ആ ഊർജ്ജം താഴേക്ക് തമോ ചക്രങ്ങളിൽ ആക്റ്റീവായി. അപ്പോൾ ആ തമോ ചക്രങ്ങളിൽ ആക്റ്റീവായ ഊർജ്ജത്തിനെ
ധ്യാനത്തിലൂടെ തപസ്സിലൂടെ ആവാഹിച്ചെടുത്തുകൊണ്ട്, അതുകൊണ്ടാണ് ആ ബ്രഹ്മചാരിണിയായിരിക്കുന്ന ശേഷം അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ബ്രഹ്മചര്യത്തിൻ്റെ തപസ്സിൻ്റെ മാർഗ്ഗമാണ്. ആ തപസ്സിൻ്റെ മാർഗത്തിലൂടെയാണ് ചന്ദ്രകണ്ഠയാവുന്നത്. ചന്ദ്രകണ്ഠയ്ക്ക് മുന്നേ ബ്രഹ്മചാരിണിയിൽ നിന്ന് സമ്പൂർണ്ണ തപസ്സിലൂടെ ഉമ അഥവാ ഗൗരിയാകുന്ന സമയം, അത് അതികഠിനമായിട്ടൊരു രീതിയാണ് പറയുന്നത്. ആദ്യ സമയത്ത് പത്രങ്ങൾ, ഇലകളും വേരുകളും മാത്രം കഴിച്ചു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ ശേഷം വെള്ളം മാത്രം കഴിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ വായു മാത്രം ഭക്ഷണമായി കഴിച്ച് തപസ്സനുഷ്ഠിച്ചു. പിന്നെ കുറേ കാലം വില്ലോ പത്രങ്ങൾ അവിടെ ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ തപസ്സനുഷ്ഠിച്ചു എന്ന് പറയുന്ന അമർനാഥിലുള്ള ദൈവത്തിൽ നിന്ന് വീഴുന്ന വില്ലോ പത്രങ്ങളെ മാത്രം കഴിച്ചു. ഇങ്ങനെ ഒന്നിൽ നിന്ന് ലൗകിക ലോകത്തുനിന്ന് പൂർണ്ണമായി തൻ്റെ ശക്തിയെ ആവാഹിച്ചെടുത്തുകൊണ്ട് ഞാൻ ആത്മാ എന്നുള്ള സ്മൃതിയിൽ പൂർണ്ണമായി നിൽക്കുന്ന സമയത്താണ് ശിവൻ, അതായത് പഞ്ചതത്വങ്ങളെപ്പോലും അധീനതയിലാക്കി ശ്വാസം പോലും എടുക്കാതിരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ശിവൻ എൻ്റെ യോഗ്യപത്നിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഉമാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപർണ, ഉമാ, ഗൗരി എന്നുള്ളതായിട്ടുള്ള പല ശബ്ദങ്ങളിലൂടെ പാർവതിയെ പറഞ്ഞതായിട്ട് പറയുന്നത്. അപ്പം ബ്രഹ്മചാരിണിയുടെ ആഭരണം നോക്കിയാൽ കയ്യിൽ കാണിച്ചിരുന്ന ആകെ 2 കാര്യമുള്ളൂ. ഒന്നും ഒരു ജപമാലയും മറ്റൊന്നൊരു കമണ്ടലും. എന്നുവെച്ചാൽ അർത്ഥം മനസ്സിൽ പൂർണ്ണമായി ഭഗവാന്റെ സ്മൃതിയും തൻ്റെ കർമ്മത്തിൽ ആ ജ്ഞാനത്തിൻ്റെ പ്രായോഗിക ഭാവവും, അതാണ് യോഗ്യപാത്രമായിട്ടൊരു കമണ്ടലു, സ്മൃതിയുടെ പ്രതീകമായിട്ട് കയ്യിൽ ജപമാല. തൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് ആ ജ്ഞാനം കൊണ്ടുവരും. സ്മൃതിയിലൂടെ സ്ഥിതി, അതാണ് 2 കാര്യം കാണിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ സ്മൃതി, ഒപ്പം പ്രാക്ടിക്കൽ ലൈഫിൽ അതിൻ്റെ സ്ഥിതി. ഈ 2 കാര്യത്തിലൂടെ ജീവിക്കുമ്പോഴാണ് അടുത്ത സ്ഥിതിയായ ചന്ദ്രകണ്ഠ. അപ്പോൾ ഓരോ ദിവസം പറയുന്നത്, ആദ്യ ദിവസത്തെ പൂജ കഴിയുന്ന സമയത്ത് നമ്മൾ ആദ്യം ശൈലപുത്രിയെ ആരാധിക്കുന്ന സമയത്ത് നമ്മുടെ ശക്തിയിൽ മൂലധാര ചക്രത്തിൽ നിന്ന് ആത്മഊർജ്ജം സ്വതന്ത്രമാവും. 2ാമത്തെ ദിവസം ബ്രഹ്മചാരിണിയെ സാധന ചെയ്യുമ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തിൽ നിന്ന് സ്വതന്ത്രമാവും. 3ാമത്തെ ദിവസം ചന്ദ്രകണ്ഠാദേവിയെ സാധന ചെയ്യുമ്പോൾ മണിപൂരകം അഥവാ നാഭീചക്രത്തിൽ നിന്ന് ആത്മഊർജ്ജം സ്വതന്ത്രമാവുന്ന പറയുന്നത്. കാരണം ചന്ദ്രകണ്ഠാദേവിയുടെ പറയുന്നത് നാദത്തിൽ അത് മണിനാദം പോലുള്ള ശബ്ദമായിരുന്നു. ആ ശബ്ദം കൊണ്ട് തന്നെ ആസുരീക ശക്തികൾ ഇല്ലാതാവുന്നതാണ്. ഒരു ശബ്ദം കൊണ്ട് മറ്റൊരാളുടെ ശക്തി ഇല്ലാതെയാവില്ല. പക്ഷേ ഏത് ശബ്ദമാണെന്നറിയോ? മണിനാദം ശ്രവിച്ചു നോക്കിയാൽ നമുക്കറിയാം ഓം എന്നുള്ളതായിരിക്കുന്ന നാദാണ് മണിനാദം വരുന്നത്. ഓം മീൻസ് ആ ഓമ, 3ഉം കൂടി ചേർന്നതാണ് ഓം. എന്ന് വെച്ചാൽ അർത്ഥം ആചരൺ, ഉച്ചാരൺ, മനൻ. ഈ ശരീരത്തിലൂടെ സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന ശക്തിയായ ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കൈക്കൊള്ളുന്ന സമയത്ത് ഞാൻ ആത്മജ്ഞാനത്തിൻ്റെ ധ്വനി മുഴക്കുമ്പോൾ ആ നാദത്തിലൂടെ നിരവധി പേരുടെ ഉള്ളിൽ നിന്ന്, കാരണം സോൾ കോൺഷ്യസ് ആണോ പോസിറ്റീവ് തിങ്കിങ് ആണ്, ബോഡി കോൺഷ്യസ് ആണോ നെഗറ്റീവ് തിങ്കിങ് ആണ്. അപ്പം ആത്മബോധത്തിലൂടെ പോസിറ്റീവ് തോട്ട്സിൻ്റെ ശക്തി, അതിലൂടെയാണ് നമുക്ക് ജീവാത്മാക്കളുള്ളിൽ നിന്ന് തിന്മയില്ലാണ്ടാക്കാൻ പറ്റുക. അല്ലാണ്ട് അസുരൻ എന്ന് വെച്ചാൽ നമ്മൾ കഥകൾ കേൾക്കുന്ന പോലെ വലിയ കൊമ്പും പിന്നെ വലിയ വട്ടക്കണ്ണും വലിയ പല്ലും ഒക്കെ ആയിട്ട് ഒരാളുണ്ടെന്നല്ല. നമ്മൾ പല പ്രോഗ്രാംസിലും പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസുരനെ കാണാൻ വേറെ എവിടെയും പോകണ്ട, ഒന്ന് കണ്ണാടി എടുത്ത് നോക്കിയാൽ മതി. ദേഷ്യം വരുന്ന സമയത്ത് നമുക്കും വരും പല്ലും കൊമ്പും. അതുപോലെ പറഞ്ഞതില് ആദ്യത്തെ ദിവസം ശൈലപുത്രി പറഞ്ഞപ്പോ അതിൽ നിശ്ചയബുദ്ധി എന്നൊരു ക്വാളിറ്റി പറഞ്ഞിരുന്നു, ദൃഢസങ്കല്പം എന്നുള്ള ഒരു ക്വാളിറ്റി പറഞ്ഞിരുന്നു. 2ാമത്തെ നമ്മള് നോക്കുന്ന സമയത്ത് ബ്രഹ്മചാരിണിയിൽ തപസ്സിന്റെയും പ്യൂരിറ്റിയുടെയും ബ്രഹ്മചര്യത്തിന്റെ എന്ന് വരുന്നുണ്ടല്ലോ. 3ാമത്തെ ആള് ചന്ദ്രകണ്ഠ ദേവി, ജ്ഞാനത്തിന്റെ ശക്തിയാണ്, അറിവിന്റെ. കാരണം ഞാൻ ആത്മബോധം വരുന്നത് എവിടുന്നാണ്? നമ്മളൊരു കാര്യത്തിന്, അറിഞ്ഞ കാര്യത്തിന് മനനം ചെയ്ത് മഥനം ചെയ്ത് അത് എൻ്റെ ഉള്ളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെയാണ് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ശക്തി ഉണ്ടാകുന്നത്. അതാണ് ചന്ദ്രകണ്ഠാദേവിനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ 4ാമത്തെ ദേവിയായിട്ട് പറയുന്നത് കുഷ്മാണ്ഡ ദേവിയാണ്. അതായത് കുഷ്മാണ്ഡ എന്ന് വെച്ചാൽ അർത്ഥം കോസ്മിക് എഗ് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ജഗത് ജനനിയായിട്ട് കാണിക്കുന്നത് കുഷ്മാണ്ഡ ദേവീനെയാണ്. സൂര്യമാനസി എന്നും പറയുന്നുണ്ട്. സൂര്യൻ എന്ന് വെച്ചാൽ അർത്ഥം ഈ സൂര്യനെ കുറിച്ചല്ല, പരമാത്മാവാകുന്ന ജ്ഞാനസൂര്യൻ്റെ ഹൃദയ സിംഹാസനത്തിൽ വാഴുന്നവൾ എന്നർത്ഥം. ഭഗവാന്റെ ഹൃദയ സിംഹാസനം ആർക്കാ കിട്ടുക? ഏതൊരു ജീവാത്മാവാണോ തൻ്റെ ദേഹബോധത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തമായിക്കൊണ്ട്, അതാണ് കാണിക്കുന്നത്. മണിപൂരകം കഴിഞ്ഞു, അനാഹത ചക്രത്തിലെത്തി എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ സദോ ചക്രങ്ങൾ ആക്റ്റീവ് ആവാൻ തുടങ്ങിയ സമയം. അപ്പോൾ കർമ്മത്തിൽ, വാക്കിലും കർമ്മത്തിലും നോട്ടത്തിലും എല്ലാം ആ പ്യൂരിറ്റിയുടെ സുഗന്ധം വരും. അതുകൊണ്ടാണ് പറയുന്നത് കുഷ്മാണ്ഡ ദേവിയുടെ സാധന ചെയ്യുമ്പോൾ അവിടെ സുഗന്ധം വ്യാപിക്കും എന്നൊക്കെ പറയാൻ കാരണം ഏത് സുഗന്ധമാണ്? ഈ മൂക്കുകൾ കൊണ്ട് മണക്കാനുള്ളതായിരിക്കുന്ന സുഗന്ധമല്ല, അല്ലെങ്കിൽ സ്ഥൂലമായിരിക്കുന്ന ഒരു ഗന്ധമല്ല. ശരിക്കും നമ്മുടെ ആത്മാവിനുള്ളിലെ സുഗന്ധം, സങ്കല്പത്തിലെ സുഗന്ധം, പ്യൂരിറ്റിയുടെ സുഗന്ധം,
ആ സുഗന്ധം ആത്മാവിൽ നിന്ന് വമിക്കാനായിട്ട് തുടങ്ങുന്ന അർത്ഥം. അതായത് അവരുടെ ക്വാളിറ്റീസ് പുറത്ത് കാണാൻ തുടങ്ങും, അതല്ല പവിത്രതയുടെ ശക്തി പുറത്തേക്ക് വരാൻ തുടങ്ങുന്ന അർത്ഥം. സാധിക്കും. നമ്മൾ ഒരാളുടെ ദൃഷ്ടി കാണുമ്പോൾ പറയില്ലേ, ഈ എന്താ ഇങ്ങനെ നോക്കുന്ന, വല്ലാത്തൊരു നോട്ടം തന്നെ നമ്മൾ പറയാറില്ലേ എന്ന് വെച്ചാൽ അപവിത്രമായി നമ്മളെ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്ത് പോകില്ലേ, പക്ഷേ എന്ത് മോശമായിട്ടാണ് നോക്കുന്നത്. അതേസമയം ചിലർ നോക്കുമ്പോൾ അവരെ അവരാ നോട്ടം നോക്കി എന്തൊരു ശാന്ത, എന്തൊരു ഇതാന്നൊക്കെ നമ്മൾ പറഞ്ഞു പോവില്ലേ. എന്നുവെച്ചാൽ അർത്ഥം പ്യൂരിറ്റിയുടെ എക്സ്പ്രഷൻ അവരിൽ നിന്ന് സുഗന്ധം വരാൻ തുടങ്ങി എന്നർത്ഥം. അത് കഴിഞ്ഞ ശേഷമാണ് കുഷ്മാണ്ഡാ ദേവിക്ക് ശേഷമാണ് സ്കന്ദമാത. സ്കന്ദമാത എന്ന് വെച്ചാൽ അർത്ഥം മുരുകന്റെ അമ്മ എന്നർത്ഥം. സ്കന്ദമാതാവ് ആവണമെങ്കിൽ യോഗശക്തിയിലൂടെ ജീവാത്മാവിന് ജന്മം കൊടുക്കുന്ന അവസ്ഥ. പാർവതിക്കും ശിവനും കൂടി പുത്രനുണ്ടാവുന്ന മുരുകനുണ്ടാവുന്ന കഥ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. രണ്ടുപേരുടെയും യോഗശക്തിയിലൂടെ ഊർജം കൂടിച്ചേരുന്നു. ആ ഊർജമാണ് പാർവതിയുടെ ഗർഭത്തിൽ നിക്ഷേപിക്കാൻ നോക്കുന്നത് പുത്രൻ ജനിക്കാൻ വേണ്ടി. ദേവാത്മാക്കളുടെ ജന്മം അങ്ങനെയാണ്, യോഗശക്തിയിലൂടെ. ഉദ്ധാന ചക്രങ്ങളിലെ ഊർജം തൻ്റെ ഭ്രൂമധ്യത്തിലൂടെ പുറത്തേക്ക് പ്രവഹിപ്പിക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് സ്കന്ദമാതാവാനായിട്ട് സാധിക്കുന്നത്. ആജ്ഞാചക്രം പൂർണ്ണമായിട്ട് ആക്റ്റീവ് ആവുന്നു എന്നർത്ഥം. അതും കഴിഞ്ഞ ശേഷമാണ് കാളരാത്രി എന്ന് പറയുന്നത്. കാളരാത്രി അഥവാ ഭദ്രകാളി, ഒരു തിന്മയുടെ ഭദ്രകാളിയുടെ രൂപം പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. കാരണം എന്ന് വെച്ചാൽ നാവെല്ലാം പുറത്തേക്ക് നീട്ടിയിട്ട് ഒരു രൂപമാണ്. പക്ഷെ ആ രൂപത്തിൽ നിങ്ങൾ ശരിക്കും നോക്കിയാൽ അറിയാം, നാവ് പുറത്തേക്ക് നീട്ടിയിട്ടുണ്ട്, കയ്യിൽ തലയാണ് കാണിച്ചിരിക്കുന്നത്. അലങ്കാരം നോക്കിക്കഴിഞ്ഞാൽ കറുത്ത രൂപമാണ്, പക്ഷെ കണ്ണുകൾ നോക്കിക്കഴിഞ്ഞാൽ ശാന്തമായിരിക്കുന്ന ഭാവമാണ്. അപ്പം ശാന്തഗംഭീരമായിരിക്കുന്ന ഭാവത്തിലൂടെയാണ് തിന്മയുടെ സംഹാരം. നാവ് പുറത്തേക്ക് നീട്ടുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കഥയിൽ പറയുന്നുണ്ട്, രക്തബീജാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് നാവ് പുറത്തേക്ക് നീട്ടുന്നത് എന്ന്. രക്തബീജാസുരൻ വെച്ചാൽ വേറൊരു അസുരനല്ല, നമ്മുടെ മനുഷ്യന്മാരുടെ മോഹം എന്ന ഒരു ചരടിൻ്റെ ഉള്ളിൽ കുരുങ്ങിയിട്ടാണ് എല്ലാ അസുരീകതയും പുറത്തു വരുന്നത്. ഇതെൻ്റെ കുട്ടിയാകുമ്പോൾ ആ കുട്ടിക്ക് എന്ത് തെറ്റ് പറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല, കാരണം എൻ്റെ കുട്ടിയല്ലേ, മനുഷ്യന്മാരല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറയും. ഇത് വേറൊരു കുട്ടിക്ക് സംഭവിച്ചാൽ അത് പറയില്ല, കാരണം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, മക്കളെ അച്ഛനമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ എന്ന് തിരിച്ച് ചോദിക്കില്ലേ. അപ്പം മോഹം കൊണ്ട് മനുഷ്യന്മാരുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ അതുപോലെ തന്നെ വ്യർത്ഥ സങ്കല്പങ്ങളുടെ ജാലം, അതൊന്നിൽ നിന്ന് ഒരു തുള്ളി രക്തം താഴെ വീണ അടുത്ത് വന്നിങ്ങനെ പോകുന്ന പറയുന്നത്. നിരവധി അസുരന്മാരാകുമെന്ന്. മോഹം കൊണ്ട് മനുഷ്യൻ അന്ധനാകുമ്പോൾ അവൻ്റെ കർമ്മം കൊണ്ട് സംഭവിച്ചു പോകുന്ന അസുരന്മാരുടെ എണ്ണം അൺലിമിറ്റഡ് ആണ്. അതിനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാനായിട്ട് ജ്ഞാനത്തിൻ്റെ ദാനം, അതാണ് നീണ്ട നാവ്. അറിവ് പകർന്നു കൊടുക്കണമല്ലോ. അതിനെന്താ ചെയ്യാൻ പറ്റുള്ളൂ? മോഹത്തിൻ്റെ ജാലത്തെ മുറിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ജ്ഞാനത്തിൻ്റെ പ്രകാശം പകർന്നു കൊടുത്തേ പറ്റൂ. അപ്പം ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലൂടെ മറ്റേ ആത്മാവിനുള്ളിലത്തെ മോഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് രക്തബീജാസുരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാളിയുടെ നാവ് പുറത്തേക്ക് ഇത്ര നീണ്ടു നിൽക്കുന്നത് കാണിക്കുന്നത്. തല, എല്ലാ അഹങ്കാരവും തലയുടെ മുകളിലല്ലേ. നല്ലൊരു പാട്ടില്ലേ മലയാളത്തിൽ, നല്ലൊരു പാട്ടില്ലേ, ഈശ്വര ചിന്ത ചെയ്തൊന്നേ മനുഷ്യന് നിലയറിയാത്തൊരു തലയോടായിന്നൊക്കെ. എല്ലാ മനുഷ്യന്മാരുടെ അഹങ്കാരം അങ്ങനെ തന്നെയല്ലേ. ഞാൻ ഭയങ്കര സുന്ദരനാണ്, ഞാൻ ഭയങ്കര സുന്ദരിയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇത്ര വിദ്യാഭ്യാസം എനിക്കുണ്ട്, ഇന്ന കുലത്തിലെ ആളാണ്, ഇത്ര ആൾക്കാർ എൻ്റെ കൂടെയുണ്ട്, ഞാൻ എന്ത് പദവിയിലുള്ള ആളാണ്. ഇതൊക്കെ എവിടം വരെ മാത്രം? ഈ ദേഹത്തിൽ നിന്നൊന്ന് പോകുന്നവരെ മാത്രം. അതാണ് കയ്യിൽ തല കാണിക്കുന്നത്. തല മുറിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഈഗോ ഇല്ലാതാക്കുക എന്നർത്ഥമാണ്. അപ്പം ജീവാത്മാവിൻ്റെ ഉള്ളിൽ ഈഗോ ഇല്ലാതാവുന്ന സമയത്താണ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തിന്മയുടെ സമ്പൂർണ്ണ നാശം. അതുകൊണ്ടാണ് കാളരാത്രി മംഗളകാരിണി എന്ന് പറയാൻ കാരണമാവുന്നത്. അങ്ങനെ ദുർവികാരങ്ങളുടെ പൂർണ്ണ സംഹാരം കഴിയുമ്പോഴാണ് ശരിക്കും ആ ആത്മ അതിൻ്റെ സമ്പൂർണ്ണ ശക്തിയായിട്ട് മാറുന്ന ദുർഗ അവതരിക്കുന്നത്. അപ്പം എൻ്റെ ഉള്ളിലെ തിന്മേൻ എനിക്ക് വധിക്കുമ്പോഴാണ് മറ്റൊരാളുടെ തിന്മയിൽ നിന്ന്, ദുർഗമനത്തിൽ നിന്ന് തടയുന്നവൾ ദുർഗ എന്നാണ് അർത്ഥം. അപ്പോൾ ദുർഗ ആവാൻ മാറാൻ നമ്മുടെ അഷ്ടശക്തികളുടെ സിദ്ധി ഉപയോഗിക്കാനൊക്കെ സാധിക്കുക എപ്പോഴാണ് ആത്മ തൻ്റെ ഉള്ളിലെ, എൻ്റെ ഉള്ളിലെ തിന്മകളെ കൊന്നുകളയുമ്പോൾ, എൻ്റെ ഈ തലയുടെ അഹങ്കാരത്തിനെ ഇല്ലാതാക്കി കഴിയുമ്പോൾ. അങ്ങനെ ഏത് ജീവാത്മ ദുർഗയുടെ സ്ഥിതി അഷ്ടശക്തികളാണ്. അതുകൊണ്ടാണ് ഇരിക്കുന്നത് സിംഹത്തിന്റെ മേലെയാണ്. നമ്മുടെ ആത്മാവിലുള്ള ആത്മാവിലെ 7 ഗുണങ്ങൾക്ക് ആധാരമായിരിക്കുന്ന 8 ശക്തികൾ, ബേസിക് ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഗുണങ്ങളുടെ ആധാരത്തിൽ ആത്മാവിൽ പ്രാക്ടിക്കലായിരിക്കുന്ന വ്യാവഹാരിക ഭാവത്തിൽ വരുന്ന ശക്തികളാണ് അഷ്ടശക്തികൾ എന്ന് പറയുന്നത്. ആ അഷ്ടശക്തികളുടെ സിദ്ധി നേടിക്കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ തത്വങ്ങളും നമ്മുടെ മുന്നിൽ സേവകരാവും. അതാണ്
അലറിക്കൊണ്ട് നിൽക്കുന്ന സിംഹത്തിന്റെ മേലെയാണ് ദേവി ഇരിക്കുന്നത്, ദുർഗ ദുർഗ ഇരിക്കുന്നത്. കണ്ടിട്ടുണ്ടോ? ചോന്ന പട്ട കൊടുത്തിരിക്കുന്നത്, നിറയെ ആഭരണങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത്, പക്ഷെ കയ്യിൽ മുഴുവൻ ആയുധങ്ങളാണ്. അപ്പൊ അഷ്ടശക്തികളാകുന്ന ആയുധങ്ങൾ എന്തിക്കൊണ്ട്, ദിവ്യ ഗുണങ്ങളാകുന്ന ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട്, തൻ്റെ തത്വങ്ങളെ തൻ്റെ അധീനതയിലാക്കിക്കൊണ്ട്, വികാരങ്ങളെ തനിക്ക് സഹയോഗികളാക്കിക്കൊണ്ട് ഈ സൃഷ്ടിയിലെ എല്ലാവർക്കും അമ്മ എന്നൊരു ഭാവം വരുമ്പോഴേ ഒരാളെ തിന്മയിൽ നിന്ന് തടയാൻ പറ്റുള്ളൂ. ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ തെറ്റിൽ നിന്ന് തടയാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് ശിക്ഷിക്കാൻ പറ്റും, അമ്മയ്ക്ക് സ്നേഹം കൊണ്ട് പരിവർത്തനപ്പെടുത്താൻ പറ്റും. അങ്ങനെ ദുർഗമനത്തിൽ നിന്ന് തടയുന്നവളാണ് ദുർഗ. ആ അവസ്ഥ എത്തിയ സിദ്ധി നേടുകയായി. അതാണ് സിദ്ധിദാത്രി. ഇതാണ് ശരിക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ 9 ദിവസത്തെ സാധന കൊണ്ട് പറയുന്നത്, തൻ്റെ ജീവിതമാകുന്ന സാധന കൊണ്ട് ഒരു ജീവാത്മ ദേഹബോധത്തിൽ നിന്ന് ദേഹി അഭിമാനി സ്ഥിതി അഥവാ ആത്മാഭിമാനി സ്ഥിതിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, അത് പൂർണ്ണമായിട്ട് ആത്മസ്വരൂപത്തിലെത്തുമ്പോൾ നമ്മുടെ 7 ഗുണങ്ങളും അതിൻ്റെ പെർഫെക്റ്റ് സ്റ്റേജിലായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ദേവിയുടെ സമ്പൂർണ്ണ സ്വരൂപമാവുമ്പോൾ ആദിപരാശക്തി ശിവൻ്റെ അർദ്ധാംഗിനിയായിട്ട് മാറുകയാണ്, ഭഗവാന്റെ റൈറ്റ് ഹാൻഡായിട്ട് മാറുകയാണ്. ഈ സൃഷ്ടിയിൽ ജീവിക്കുന്നെങ്കിൽ ഒരു ജീവാത്മാവിൻ്റെ ജീവിത ലക്ഷ്യമാണത് തൻ്റെ കർമ്മത്തിലൂടെ ഈശ്വരൻ്റെ വലങ്കയായി, ഈശ്വരൻ്റെ അർദ്ധാംഗിനിയായിക്കൊണ്ട് ഈ ഭൂമിയിലെ എല്ലാ ജീവാത്മാക്കൾക്കും സഹായിയായി സ്നേഹിയായി ജീവിക്കാൻ. ഇതുതന്നെയാണ് ശക്തിയുടെ ആധാരം. ആത്മശക്തി പൂർണ്ണഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ശക്തിയെ തടയാൻ ഈ ലോകത്തൊന്നിനെ കൊണ്ടും സാധ്യമല്ല. അതിലേതെങ്കിലും ഒരു ഗുണം കുറഞ്ഞു പോയാൽ, ഏതെങ്കിലും ഒരു ചക്രത്തിൽ ഹോൾ ഉണ്ടായാൽ അവിടെയാണ് അസുരന്മാരെ നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ശക്തിയെ ആവാഹിക്കാൻ വേണ്ടി പാർവതീ ദേവിയുടെ പൂജ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. ശരിക്കും ഇതിലൊക്കെ ഇനിയും കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്കതിനെപ്പറ്റി പഠിക്കാനുണ്ട്, ഓരോ ദേവിമാരെക്കുറിച്ചും. പക്ഷെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം നമുക്കിവിടെ കഴിയാണ്. സിസ്റ്റർ ഇന്ന് നമുക്ക് പറഞ്ഞു തന്നതിൽ എനിക്ക് മനസ്സിലായത് ഓരോ ദേവിമാർക്കും ഓരോരോ ഗുണങ്ങളും അവരുടെ വിശേഷതകളും ആയിട്ടാണ് ഇവിടെ പൂജിക്കുന്നത്. സത്യത്തിൽ ഇതെല്ലാം ഒരു ജീവാത്മാവിൻ്റെ തന്നെ വ്യത്യസ്തമായ ഗുണങ്ങളാണ്, ശക്തികളാണ് എന്നെനിക്ക് മനസ്സിലായി. മറ്റൊരു കാര്യം മനസ്സിലായത്, ഏതൊരു ജീവാത്മാവിനും, ഒരു സാധാരണ ആത്മാവിനും ഇത്തരം സാധനയിലൂടെ, ഇത്തരം തപസ്സിലൂടെ ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഈ പതിയെ പരമേശ്വരനെ പതിയാക്കി മാറ്റാൻ സാധിക്കും, പാർവതിയെപ്പോലെ എന്ന് എനിക്ക് മനസ്സിലായി. വളരെ മനോഹരമായൊരു സന്ദേശം, ഒരു മെസ്സേജായിരുന്നു സിസ്റ്റർ തന്നത്. അതിന് ഒരുപാട് നന്ദി. ഓം ശാന്തി. നവരാത്രി ദിനങ്ങളിൽ 9 ദിവസത്തെ ദുർഗയുടെ പൂജയിലൂടെ ഓരോ ജീവാത്മാവിൻ്റെയും ചക്രങ്ങളിൽ നിന്നും ആത്മ ഊർജത്തെ സ്വതന്ത്രമാക്കി എങ്ങനെയാണ് നമ്മുടെ ശക്തിയെ ആവാഹിക്കാൻ സാധിക്കുക, ഓരോ വ്യക്തിക്കും ശക്തി സ്വരൂപമായി എങ്ങനെ മാറാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ എപ്പിസോഡിൽ മനസ്സിലാക്കി. അടുത്ത എപ്പിസോഡിൽ ധനത്തെ എങ്ങനെ ആവാഹിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.